ഹേ ഗായ്സ് വെൽക്കം ടു GJverse. ഇന്ന് ഞങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ക്രിസ്മസ് ഇത്തവണ കസാക്കിസ്ഥാനിൽ അടിച്ച് പൊളിക്കാനാണ് നമ്മുടെ പ്ലാൻ. സോ നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. 23 ഡിസംബർ രാത്രി ഒരു 11 മണിക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 12 മണിയായപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തി. 24-ാം തീയതി അതിരാവിലെ ഒരു 3 മണിക്കൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ ആ ഒരു സമയത്തിനനുസരിച്ച് ഞങ്ങൾ റെഡിയായി അവിടെ വെയിറ്റ് ചെയ്തു. ഈ ഒരു യാത്രയിൽ നമുക്ക് വെയിറ്റിംഗ് കുറേ ഉണ്ട്, അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ആദ്യം എന്തായാലും നമ്മുടെ യാത്ര ഷാർജയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ലേ ഓവർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അൽമാട്ടിയിലേക്ക് പോകാൻ. സോ ഞങ്ങൾ ആദ്യം ഷാർജയിലേക്ക് പോവുകയാണ്. എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ്. രാത്രി ടേക്ക് ഓഫ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. പക്ഷേ ഷാർജ എത്താറായപ്പോഴത്തേക്ക് അതിരാവിലെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു സിറ്റി കാണാനായിട്ട്. എന്തായാലും ഞങ്ങൾ ഷാർജയിൽ ലാൻഡ് ചെയ്തു. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് അറബ് വേൾഡ് എന്നറിയപ്പെടുന്ന ഷാർജയിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ നമുക്ക് ഏകദേശം ഒരു 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഷാർജ എത്തി. ഇനി വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ, ഒരു 14 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷാർജ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു 14 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. കുറച്ച് നേരം ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, പിന്നെയും ഞങ്ങൾ ഫുഡ് കഴിച്ചു, പിന്നെ അവിടേക്ക് നടന്ന് കണ്ടു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഷാർജ, അല്ലെങ്കിൽ ആ ഒരു എയർപോർട്ട്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ എയർ അറേബ്യ എത്തി. ഇനി നമുക്ക് നേരെ അൽമാട്ടിയിലേക്കാണ്. സോ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. ടേക്ക് ഓഫ് രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു സിറ്റിയുടെ. അങ്ങനെ ആഫ്റ്റർ ലോങ് വെയിറ്റ് നമ്മൾ അൽമാട്ടിയിലേക്ക് എത്തുകയാണ്. അൽമാട്ടിയാണ് നമ്മുടെ കസാക്കിസ്ഥാനിലെ നമ്മുടെ എയർപോർട്ട്. മേളിൽ നിന്നുള്ള വ്യൂവിൽ തന്നെ ആ സിറ്റി ഒട്ടും ക്ലിയർ അല്ല. അപ്പോൾ തന്നെ മനസ്സിലായി ഫോഗ് എത്രത്തോളം ആണെന്ന്. ഞങ്ങളങ്ങനെ ഇറങ്ങി, അങ്ങനെ യാത്ര ചെയ്ത് അൽമാട്ടി എത്തി. നമുക്ക് ഓരോ പരിപാടികളായിട്ട് തുടങ്ങാം. എയർപോർട്ടിനകത്ത് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല, ഓക്കെ ഇഷായിരുന്നു. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. നമ്മുടെ ഗൈഡ് അപ്പോഴേ പറഞ്ഞു ഓടി വണ്ടി കയറിക്കോ, കാരണം ഭയങ്കര തണുപ്പാണെന്ന്. വണ്ടിക്കകത്ത് എന്തായാലും ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി കയറിയപ്പോൾ ഓക്കെ ആയിരുന്നു. പോകുന്ന പോക്കിൽ തന്നെ നമുക്ക് സിറ്റി ഇങ്ങനെ കാണാം. നമ്മൾ സ്റ്റേയിലോട്ട് പോവുകയാണ്. ആ പോക്കിൽ തന്നെ ഒരു സിറ്റിയുടെ ഭംഗി നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവുമായിരുന്നു. നല്ല ഭംഗിയാണ്. ശരിക്കും യൂറോപ്യൻ സിനിമകളിലും അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്തൊരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ആണ്. സോ ഞങ്ങൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തു. അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, എല്ലാവരും റഷ്യൻ അല്ലെങ്കിൽ കസാക്ക് ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തത് അമാനി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽ ഏജൻസി വഴിയാണ്. സോ അവർ നമുക്കൊരു മലയാളി ഗൈഡിനെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ഒരു മലയാളി ഗൈഡ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കവിടെ സംസാരിക്കാനും കാര്യങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടില്ല. പുള്ളിക്ക് അത്യാവശ്യം റഷ്യനും കസാക്ക് ഭാഷയൊക്കെ അറിയാം. സോ ഞങ്ങൾ എന്തായാലും റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ മിസ്റ്റർ ബീൻ സീരീസിലും കാർട്ടൂണിലും ഒക്കെ കാണുന്ന കൈൻഡ് ഓഫ് ഒരു റൂമാണ്. ഭയങ്കര ക്യൂട്ട് ലിറ്റിൽ റൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും അകത്തുള്ള ക്ലെൻലെസ് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ടോപ്പ് നോച്ച് ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു. എന്തായാലും റൂം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പായിരുന്നു വന്നിറങ്ങിയപ്പോൾ തന്നെ. നമ്മൾ ആ ഒരു വന്നിറങ്ങിയപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ വേദന എടുക്കും, അത്രയ്ക്ക് തണുപ്പായിട്ടോ. ഭയങ്കര ഈ മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറയുന്നത് അത്രയും തണുപ്പാണ്. സോ ആ തണുപ്പൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടാണ്, ഹീറ്റർ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ആ റൂം എത്തി സെറ്റിലായി. റൂമിൽ അവർ കോംപ്ലിമെന്ററി ആയിട്ട് 2 വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. കസാക്കിസ്ഥാൻ വെള്ളം എങ്ങനെയുണ്ട്? എന്തായാലും അത് കുടിച്ച് ദാഹമൊക്കെ മാറ്റി നമ്മൾ ഫൈനലി കസാക്കിസ്ഥാൻ എത്തിയിരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ റൂം. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 3:45 ആയി. നമുക്കൊരു 9:30 ആകുമ്പോൾ ഇവിടുന്ന് ഡേ ടൂറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് നേരം ഒന്ന് ഉറങ്ങി രാവിലെ എൻ്റെ ഫ്രഷ് ഒക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ റൂമിലെ ടെമ്പറേച്ചറൊക്കെ തെർമോസ്റ്റാറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ നല്ല ഭംഗിയുള്ള മോർണിംഗ് ആണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് റെഡിയായി. അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 8:30 സമയമായിട്ടുണ്ട്. ഇവിടുത്തെ 8:30 ആയിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് 1/2 മണിക്കൂറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ ഞങ്ങൾ എന്തായാലും നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. എന്താണെന്നറിയില്ല, നമുക്കെന്നായിട്ട് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ബൊഫേ ആണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഇഷ്ടംപോലെ എടുക്കാം. എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റിയും നല്ല ക്വാളിറ്റിയും. ഫ്രൂട്ട്സ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റൈസ് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും പേസ്ട്രീസ് ആണെങ്കിലും എല്ലാം സൂപ്പർ ക്വാളിറ്റിയാണ്. ഞാൻ എന്തായാലും കുറച്ചുകൂടെ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ എനിക്കത് ട്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. മുത്ത് കുറച്ചുകൂടി ഒരു പേസ്ട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ സ്വീറ്റ് കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് ട്രൈ ചെയ്ത്. അതും എല്ലാം നല്ലതായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫുൾ എനർജി ആയി. ഹലോ ഗൈസ്, സോ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. 3-4 ജീൻസും തെർമലൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. പുറത്ത് നല്ല മഞ്ഞുണ്ട്. സോ നമുക്ക് ടൈമായി. ഇനിയിപ്പോൾ ഗൈഡൊക്കെ വരും. നമുക്ക് നേരെ ഇനി ഷിംബുലാക്ക് പോവാം. അതെ, ഷിബുലാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരാളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ എന്താ പറയുക, നമുക്ക് കാണാം. കസാക്കിസ്ഥാനിലെ കറൻസി എന്ന് പറയുന്നത് കസാക്ക് ടെങ്കെ എന്ന് പറയും. അപ്പോൾ ആ ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ ആദ്യം.
ഞങ്ങൾ കുറച്ച് എമൗണ്ട് ഇന്ത്യൻ റുപ്പി മാറ്റി $US ആക്കി വെച്ചിട്ടുണ്ട്. ആ $US അവിടുത്തെ ടെങ്കയിലേക്ക് മാറ്റാനായിട്ട് നമ്മളങ്ങനെ മാറ്റുന്ന ഒരു ലോക്കൽ, അവിടുത്തെ തന്നെ ഒരു ലോക്കൽ ഒരു സെൻറ്ററിലേക്ക് എത്തി. അവിടുത്തെ കൺവേർഷൻ റേറ്റ് ഒക്കെ അനുസരിച്ച് സംസാരിച്ച് അവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. പോലീസൊക്കെ ഇടയ്ക്ക് വന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ പൈസയൊക്കെ മാറ്റി നേരെ ഷിംബുലാക്കിലേക്ക് വിടുകയാണ്. സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കീയിങ് റിസോർട്ടാണ് നമ്മുടെ ഈ ഒരു ഷിംബുലാക്ക് എന്ന് പറയുന്നത്. റിസോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേ അല്ല, ആ ഒരു ഏരിയ മൊത്തം ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ഷിംബുലാക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ്, ചെന്നിറങ്ങുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമുക്ക് മുകളിലേക്ക് ഒരുപാട് പോകാനായിട്ടുണ്ട്. സോ അതിനായിട്ട് നമ്മൾ കേബിൾ കാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് കേബിൾ കാർ വന്നപ്പോൾ നമ്മൾ കയറി പുറപ്പെട്ടു. താഴെ ഭയങ്കര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല, ഓക്കെ ഈഷായിരുന്നു. ഒരു ഊട്ടിയുടെ അത്രയും ഒരു തണുപ്പൊക്കെ തോന്നിയുള്ളൂ. പക്ഷേ മുകളിലേക്ക് പോകുന്നതോടും തണുപ്പ് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ ചുറ്റുമുള്ള കാഴ്ചകളും അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഞങ്ങൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ബേസ് സ്റ്റേഷനിൽ നിന്ന് കേബിൾ കാറിൽ ഫസ്റ്റ് സ്റ്റേഷനിലൂടെ പോവാണ്. സോ അത് അറൗണ്ട് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. പോണ വഴിയൊക്കെ നല്ല അടിപൊളിയാണ്, ഫുൾ സ്നോ ഒക്കെ ആയിട്ട്. കേബിൾ കാർ ആണെങ്കിലും നമ്മൾ പറന്ന് പോണ എഫക്റ്റ് ആണ്. ശരിക്കും ലിറ്ററലി നമ്മൾ പറന്ന് പോകുന്ന എഫക്റ്റാണ്. കാരണം കേബിൾ കാറിൻ്റെ ചുറ്റും ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തെയും വിഷ്വൽസ് ഇങ്ങനെ കണ്ട് നമ്മൾ ശരിക്കും ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് വരുന്ന കഫേകൾ, കടകൾ, പിന്നെ സ്കീയിങ്ങിന് പോകേണ്ടവർക്ക് ഗിയർ മേടിക്കേണ്ട സ്ഥലങ്ങൾ, അതൊക്കെയാണ്. സോ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഒരു കേബിൾ കാറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, നമ്മൾ കറക്റ്റ് ടൈമിൽ കയറുക എന്നുള്ളതാണ്. എന്തായാലും സ്റ്റേഷൻ 1 ഞങ്ങൾ കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ ഫോട്ടോകളും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. അവിടെ നിന്ന് സ്കീയിങ് എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ദെൻ അവിടുത്തെ റിസോർട്ട്സും കഫേസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്റ്റേഷൻ 2 പോയത്. സ്റ്റേഷൻ 2 വഴിയിൽ നമ്മുടെ ആ ഒരു കേബിൾ കാറിൽ ഒരുപാട് ആളുകൾ കയറും. 8 persons അറ്റ് എ ടൈം എന്നാണ് അവർ പറയുന്നത്. ആ 8 പേരുടെ കയ്യിലും സ്കീയിങ്ങിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മിക്കവരുടെ കയ്യിലും ഉണ്ടാവും. ഞങ്ങൾ എന്തായാലും സ്കീയിങ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഈ അഭ്യാസങ്ങൾ അത്രയ്ക്ക് വശമില്ലല്ലോ. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് സ്കീയിങ്ങിന് പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കേബിൾ കാർ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് സ്കീയിങ്. കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ ചെയ്ത് പോകുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ സ്റ്റേഷൻ 2 സ്റ്റേഷൻ 2 ഇതേപോലെ തന്നെ അടിപൊളി ഒരു ഫോട്ടോ സ്പോട്ടാണ്. നമുക്ക് മഞ്ഞിൽ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ഒരു വർഷങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു കഫേ ഉണ്ട്. അപ്പോൾ ആ ഒരു കഫേയും ഞങ്ങൾ കയറി കണ്ടു. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. സോ ഞങ്ങളതൊക്കെ ചെയ്തു. പിന്നെ മഞ്ഞിൽ കുറേ നേരം കളിച്ചു, മഞ്ഞെറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു സ്ഥലത്ത്. ദെൻ അവിടെ നിന്ന് നമ്മൾ ആദ്യം ആ ഒരു കഫേ പറഞ്ഞില്ലേ, ആ ഒരു കഫേയുടെ അകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്തു. സോ ആ കഫേ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് ആ കഫേ. കുറച്ച് നല്ല ചൂടുണ്ട് അതിൻ്റെ അകത്ത്. ആക്ച്വലി ആ ഒരു ചൂട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബേസിക്കലി ആ ഒരു കഫേക്കകത്ത് കയറിയത്. കാരണം പുറത്ത് നല്ല തണുപ്പാണ്, ഭയങ്കര ഒരു -2 -4 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന തണുപ്പാണ്. സോ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഒരു ചൂട് പിടിക്കാനും ആ ഒരു സുഖമൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ കഫേക്കകത്തോട്ട് കയറിയത്. അവിടെ നിന്ന് ഒരു സ്നാക്സും ട്രൈ ചെയ്തു. തണുപ്പ് മാറാൻ വേണ്ടി ഒരു കഫേ കയറിയിരിക്കുക. അവിടെ നിന്ന് സ്നാക്സും കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി. അപ്പോൾ അവിടെ സ്കീയിങ്ങിന് വേണ്ടി റെഡി ആവുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടുന്ന ഐസിങ് കേക്കിൻ്റെയൊക്കെ ഒരു ഫീലാണ് ഈ സ്നോയിൽ തൊടുമ്പോൾ. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പ് ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പുണ്ട്. അത്രയും തണുപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്നോ വിട്ട് പോകാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് രസമാണ് ഈ ഒരു സ്നോ എടുത്ത് എറിഞ്ഞ് കളിക്കാനും അതിൽ കിടക്കാനും സ്നോ കാസിൽ പോലെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനും ഒക്കെ. സോ ഞങ്ങൾ ഒരുപാട് ടൈം അവിടെ ആ ഒരു സ്നോയിൽ സ്പെൻഡ് ചെയ്തു. നമുക്കങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. എത്ര നേരം വേണോ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം, എത്ര നേരം വേണോ നമുക്ക് അവിടെ കളിക്കാം, ഇവിടെ വേണോ അവിടെ കയറാം. സ്കീയിങ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. സ്കീയിങ് ചെയ്ത് വരുന്നവർ ഇടിക്കാതെയൊക്കെ നോക്കുക. നമുക്ക് തമ്മിൽ എത്ര വേണോ സ്നോ എറിഞ്ഞും ചവിട്ടിയൊക്കെ കളിക്കാം. ഞങ്ങൾ ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്തു. പ്രായം അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ ഭയങ്കര കൊച്ചു കുട്ടികളെ പോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും പിന്നെ അവിടെ സ്നോ വെച്ചിട്ടൊരു സ്നോമാനെ പോലെയൊക്കെ ഓരോന്നുണ്ടാക്കിയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെടാനായിട്ട് നമ്മുടെ കേബിൾ കാറിൽ കയറി. അത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഫൈനൽ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്നൊക്കെ ഏകദേശം 10,500 പരം അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും തണുപ്പിൻ്റെ പീക്കാണ്. -6 ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ളതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റും. കാരണം നമുക്ക് വെയിലുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടുണ്ട്. നമ്മുടെ ശരീരത്തിലോട്ട് വെയിലടിക്കുമ്പോൾ നമുക്ക് ആ തണുപ്പിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് പറ്റും. ശരിക്കും അതിൽ നിന്ന് മുകളിലോട്ട് ട്രെക്ക് ചെയ്ത് പോകാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഗ്ലേസിയർ ഉണ്ട്. അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 1 മണിക്കൂറിൽ കൂടുതൽ ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിംഗ് പോയിട്ട് തിരിച്ച് അവർ സ്കീ ചെയ്താണ് വരുന്നത്. ആ ഗ്ലേഷ്യർ കണ്ടിട്ട് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഇത് വിഷ്വൽസിലൂടെ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു.
ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. ശരിക്കും ആ മഞ്ഞെടുത്തെറിഞ്ഞതും അവിടെ എൻജോയ് ചെയ്ത് നടന്നതും, പിന്നെ ചെറിയൊരു സായിദ് മസൂദ് എബ്രാം ഖുറേഷി വൈബൊക്കെ പിടിച്ച് ഫോട്ടോസ്, വീഡിയോസ്. പിന്നെ ഇതെന്ന് പറയുന്ന അവിടുത്തെ ഒരു ഡ്രോൺ വീഡിയോ ആണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അത് ഷൂട്ട് ചെയ്യാനായിട്ട്, പക്ഷേ അത് വേർത്തിട്ടാണ്. നിങ്ങൾക്ക് തന്നെ കാണാം എന്ത് മനോഹരമാണ് നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ലോകം, എന്ത് മനോഹരമാണ് അത്രയും ഭംഗിയുള്ള ആ ഒരു കാഴ്ചകൾ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമുദ്രനിരപ്പിൽ നിന്നൊരു 10,000 അടി മുകളിൽ ഇത്രയും മഞ്ഞത്ത് ആ ഒരു സമയത്ത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് തന്നെയാണ്. 1940-50 കാലഘട്ടങ്ങളിൽ USSRന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ഒളിമ്പിക് സ്കീയിങ് സെൻറ്റർ തന്നെയാണ്. അവർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെൻറ്റർ തന്നെയാണിത്. ശരിക്കും പണ്ടൊരു കുറച്ച് അമച്വർ സ്കീയേഴ്സാണ് ഇത് കണ്ടുപിടിച്ചത്. ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്നും ഇവിടെ ഇത്രയും സ്നോ ഉണ്ടെന്നും സ്കീയിങ്ങിന് ഇത്രയും സാധ്യതയുണ്ടെന്നും കണ്ടുപിടിച്ച്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇവർ ഇതിനെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്തായാലും ഞങ്ങൾ ആ ഒരു സ്ഥലം മുഴുവൻ കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഇനി തിരിച്ചുള്ള യാത്രയിലാണ്. തിരിച്ച് നമുക്ക് കേബിൾ കാറിൽ തന്നെയാണ് വന്ന വഴി തിരിച്ച് പോകണം. പോകുന്ന പോക്കിന് ഞങ്ങൾ ഈ സ്കീയേഴ്സിനെയും അവർ പോകുന്ന കണ്ടില്ലേ ആ ഓപ്പണായിട്ട് അങ്ങനെ പോകുന്നവരെ, അല്ലാതെ സ്കീ ചെയ്ത് പോകുന്നവരെയൊക്കെ കണ്ടു. ഇടയ്ക്ക് 1-2 പേര് വീഴുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ അപ്പം സോർട്ട് ചെയ്യാനായിട്ട് അവിടെ ആംബുലൻസ് ടീം ഓരോ മിനിറ്റിലും അതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പോലും അവരപ്പം തന്നെ അവരെ രക്ഷിച്ച പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഓരോ റീലൊക്കെ ഷൂട്ട് ചെയ്ത് ആ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്താണ് പോയത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ ഒരു ഷിംബുലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കാതെ സ്പെൻഡ് ചെയ്യാൻ മാത്രം സമയമുണ്ട്. സോ ഞങ്ങൾ ഓരോ സ്റ്റേഷനിലും നിർത്തി അത്രയ്ക്ക് എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത്. കഴിക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു, അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതേപോലെ സ്കീ ചെയ്ത് പോകുന്നവരെ കണ്ട് രസിച്ചു. അങ്ങനെ കാഴ്ചകൾ ഒരുപാടാണ് ഈ ഒരു സ്ഥലത്തേക്ക്. കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു രാജ്യമായിരിക്കും ഞാൻ ഒരു നിമിഷം പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അതും ആദ്യത്തെ സ്പോട്ട് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഈ മഞ്ഞി കുളിച്ച് നിൽക്കുന്ന ഈ ഒരു സുന്ദരിയായിട്ടുള്ള രാജ്യത്തിനെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ തന്നെ എന്തോരം കാഴ്ചകളാണെന്നറിയോ കാണാനായിട്ട്. ഷിംബുലാക്കിൽ പോയി 3 സ്റ്റേഷൻ കവർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട്. ഇത്രയും സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ കഴിക്കാനായിട്ട് പോവുകയാണ്. അതും കസാഖിസ്ഥാനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുള്ള നവാത്ത് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് സിറ്റി സൈഡിലേക്കാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്ത് നവാത്ത് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തി. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിക്കേണ്ട മസ്റ്റ് ട്രൈ ആണ് കുതിര ഇറച്ചി. സോ ഞങ്ങൾ എന്തായാലും അവിടെ എത്തി മെനു ഒക്കെ ഒന്ന് നോക്കി ഐറ്റംസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി നമ്മളെ കണ്ടപ്പോഴത്തേക്കും ക്യാമറയ്ക്ക് ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ കുതിര ഇറച്ചിയാണ് ഓർഡർ ചെയ്തത്. കുതിര ഇറച്ചിയും പൊട്ടറ്റോയും വെച്ചിട്ടുള്ളൊരു ഐറ്റം, മൊത്തം മട്ടൺ ബേസ്ഡ് ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. ആദ്യം കോംപ്ലിമെൻ്ററി കുടിക്കാനായിട്ട് ഐറാൻ എന്ന് പറഞ്ഞിട്ട് മോര് പോലത്തെ ഒരു ഡ്രിങ്ക് തന്നിരുന്നു, പിന്നെ ഒരു ബൺ തന്നിരുന്നു. ദെൻ നമ്മളൊരു ചായ മേടിച്ചു, അതാണ് പാഷൻ ഫ്രൂട്ട് മാംഗോ ടീ. അതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കുതിര ഇറച്ചിയും പൊട്ടറ്റോയും ആ ഒരു പാസ്ത പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഒരു ച്യൂവായിട്ടുള്ള മീറ്റാണ്, പക്ഷേ നല്ല കുക്ക്ഡാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്. അതിനോടൊപ്പം ഒരു ബ്രോത്തും വരുന്നുണ്ട്, അതും നല്ല ടേസ്റ്റായിരുന്നു കുടിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ വിൻ്ററിനെ പ്രതിരോധിക്കാൻ പറ്റിയൊരു ഫുഡാണ്, കാരണം നമുക്ക് നല്ല ഒരു എനർജി തരും ഈ ഒരു ഫുഡ്. ദെൻ മുത്ത് പറഞ്ഞത് പൊട്ടറ്റോയും മട്ടണും വെച്ചിട്ടുള്ളൊരു വിഭവമാണ്, അതും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ടൺ പോലെയല്ല, ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല ഫാറ്റ് കവറിങ്ങോട് കൂടിയ മട്ടൺ പീസാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. സോ അവിടുത്തെ ഫുഡ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പുറപ്പെടുകയാണ്. മട്ടണും പൊട്ടറ്റോയും ഒക്കെ ഉള്ള ഐറ്റം നമ്മൾ പാക്ക് ചെയ്ത് ബാക്കി വന്നത് ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ കഴിക്കാം. നമ്മൾ എന്തായാലും അടുത്ത സ്പോട്ട് എത്തി. അടുത്ത സ്പോട്ടാണ് പാൻഫിലോ പാർക്ക്. അവിടുത്തെ തന്നെ സെൻകോ കത്തീഡ്രലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. അതൊരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ലൈക്ക് ഒരു പ്രാവിനെ കയ്യിൽ വെച്ചിട്ടൊരു പരിപാടിയുണ്ട്, പിന്നെ അല്ലാതെ അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ദെൻ പ്രാവുകളെ കണ്ടു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനും പരിപാടികളൊക്കെ അവിടെ പറ്റും. സോ അതിനായിട്ട് അതിൻ്റെ സൈഡിലായി കടകളുണ്ട്. സോ അത് കുറച്ച് പൈസയാവും. അവിടുത്തെ ടെങ്കയിൽ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട്, 500 ടെങ്ക എന്തോ ആണ്. ഞങ്ങൾ എന്തായാലും ആ ഐസ് സ്കേറ്റിംഗ് കണ്ടതിന് ശേഷം പ്രാവുകൾക്കുള്ള തീറ്റ മേടിച്ചു. ദെൻ അത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവറ്റകൾ ഇങ്ങനെ വന്ന് കൂടാൻ തുടങ്ങി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മുടെ തലയിൽ വന്നിരിക്കും, നമ്മുടെ തോളിൽ വന്നിരിക്കും, ഒരു തരത്തിലുള്ള ഹാംഫുള്ളും അല്ല, ഭയങ്കര രസമായിട്ട് അവർ വന്ന് എൻജോയ് ചെയ്ത് എല്ലാം കഴിച്ചിട്ട് പൊക്കോളും. സോ അത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചെയ്തു. പിന്നെ ഐസ് സ്കേറ്റിംഗ് കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നിയെങ്കിലും നമ്മൾ മലനടിച്ച് വീണാലോ എന്നുള്ള ഭയം കാരണം നമ്മൾ ചെയ്തില്ല, കാരണം നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. എന്തായാലും നമ്മൾ സെൻകോ കത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. സോ നിങ്ങൾക്കും നമ്മുടെ ഒപ്പം വരാം. ആണുങ്ങൾ അവിടെ തൊപ്പി വെക്കാൻ പാടില്ല, പെൺകുട്ടികൾ അവിടെ തല കവർ ചെയ്ത് മാത്രമേ കയറാവൂ.
അതാണ് അവിടുത്തെ നിയമം. എന്തായാലും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹോളിവുഡ് സിനിമകളിലുള്ള ഒരു പള്ളികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോയൽ കൈൻഡ് ഓഫ് ഒരു ഫീലുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കത്തീഡ്രലാണിത്. റഷ്യൻ ബേസ്ഡ് കത്തീഡ്രലാണ്. ആണികൾ ഉപയോഗിക്കാതെ നിർമ്മിച്ചിട്ടുള്ള ഒരു കത്തീഡ്രലാണിത്. ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി കുലുക്കം പോലും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. 1911 വലിയൊരു ഭൂമി കുലുക്കം ഉണ്ടായപ്പോൾ പോലും ഒരു പ്രോബ്ലം ഇല്ലാതെ ഈ കത്തീഡ്രൽ ഒരു കുലുക്കവും ഇല്ലാതെ അത് അവിടെ സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കംപ്ലീറ്റ് തടി കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളിൽ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിങ്ങുമാണ് നമ്മുടെ ഈ ഒരു സെങ്കോവ് കത്തീഡ്രൽ. ഈ കത്തീഡ്രലിന് ആ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർവഹിച്ചത് ആൻഡ്രേ സെൻകോവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. 1990 ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു തിരിച്ചുവരവ് ഉണ്ടായത്. ഈ ഒരു കത്തീഡ്രലിന് കസാഖിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസോട് കൂടിയാണ് ഇതിന് ശരിക്കും ഒരു ഭക്തിയുടെ മാർഗ്ഗത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ റിലീജിയനെയൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത് ജസ്റ്റ് ഒരു മ്യൂസിയം മാത്രമായിട്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു സമയവും ഈ ഒരു കത്തീഡ്രലിന് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആണി ഉപയോഗിക്കാതെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന്. കൂടുതലും ഇൻ്റർലോക്കിംഗ് ജോയിൻറ്റ്സ്, അതായത് തമ്മിൽ ബന്ധപ്പെട്ട് പസിൽ പോലെ ഇരിക്കുന്ന ജോയിൻറ്റ്സ് ആണ് ഇതിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിർത്തുന്നതെന്നാണ് ഇവിടുത്തെ ആ ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻസിൻ്റെ പിന്നിലെ ആ ഒരു കാരണം. അസെൻഷൻ കത്തീഡ്രൽ എന്ന മറ്റൊരു പേരും നമ്മുടെ ഈ ഒരു കത്തീഡ്രലിനുണ്ട്. ശരിക്കും നിങ്ങൾക്ക് തന്നെ കാണാം, ഇതിനോടകം തന്നെ ഞാൻ കാണിച്ച ആ ഒരു കാഴ്ചകളിൽ നിന്ന് എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിനകത്തുള്ള ഓരോ ആസ്പെക്ട്സും ചെയ്തിരിക്കുന്നതെന്ന്. കൊച്ചു പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ ആ ഒരു കൊച്ചു ഡിസൈൻസോ ഉൾപ്പെടെ എല്ലായിടത്തും ആ ഒരു ഗോൾഡൻ കളറും പിന്നെ അതിന് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സും എല്ലാം യൂസ് ചെയ്ത് ശരിക്കും റഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു മകുടോദാഹരണം അല്ലെങ്കിൽ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു കത്തീഡ്രൽ. എന്തായാലും സെങ്കോവ് കത്തീഡ്രലിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പിന്നെയും പുറത്തേക്ക് നടന്നു. അവിടെ ഇവിടെയായിട്ട് സ്നോ ഉണ്ട്, പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്. നമുക്കതൊക്കെ ഇങ്ങനെ കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ടോൾ ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു കത്തീഡ്രൽ. സോ അത് തന്നെ നമുക്ക് ഈ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് നമുക്കിങ്ങനെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കാം. ശരിക്കും എങ്ങനെയാണ് ഇവരിത് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്, അതും ഇൻ്റർലോക്കിംഗ് ജോയിൻറ്റ്സ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ അവരത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും കത്തീഡ്രലിൻ്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് പോകാം. 25-ാം തീയതി ക്രിസ്മസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻസ് എല്ലായിടത്തും അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഒരു ടെഡി ബെയറിനെ പോലെ വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ. സോ നമ്മളതൊക്കെ കണ്ടു, അതിനോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്തു. ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും മരത്തിൽ നല്ല ഫ്രഷ് മഞ്ഞ് പെയ്ത് നിൽപ്പുണ്ട്. സോ അതൊക്കെ ഒന്ന് കുടഞ്ഞ് കയ്യിലൊക്കെ ഇട്ട് നല്ലൊരു ഫീലാണ് കേട്ടോ ഈ മഞ്ഞ് നമ്മുടെ കയ്യിൽ വീഴുമ്പോഴത്തേക്കും. കുറേ ആകുമ്പോഴാണ് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറച്ച് ഐസിൻ്റെയൊക്കെ പീസ് നമ്മുടെ കൈ വീഴുമ്പോൾ ഒരു സുഖമില്ലേ, ആ ഒരു സുഖമാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ ആ സുഖമൊക്കെ എൻജോയ് ചെയ്തു. ഒരു വെറൈറ്റി വണ്ടി പോകുന്നതുണ്ടോ. അങ്ങനെ എന്തോരം കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും മുത്തിനും ഇതേപോലെ മഞ്ഞിൽ ഇങ്ങനെ ഒന്ന് കുളിക്കണം എന്നൊരു ആഗ്രഹം. എന്നാൽ പിന്നെ നമുക്കതങ്ങ് സാധിച്ചു കൊടുക്കാം. മഞ്ഞ് മരത്തിൽ പിടിച്ച് ഇങ്ങനെ കുലുക്കി കൊടുത്തു. മഞ്ഞുമരമല്ല, മഞ്ഞ് തങ്ങി നിൽക്കുന്ന മരത്തിൽ പിടിച്ചൊന്ന് കുലുക്കി കൊടുത്തു. അതിലെങ്ങനെ ആ ഒരു മഞ്ഞൊക്കെ വീണ് ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. നടക്കുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് ഭയങ്കരമായിട്ട് പുക പോലെ ആ ഒരു തണുപ്പ് വരുന്നുണ്ട്. ആ തണുപ്പിൻ്റെ ആ ഒരു ആവി അത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ വിസിബിളാണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിസിബിളാണ്. ഇനി അടുത്തതാണ് ഈ ഒരു പാൻഫിലോവ് പാർക്കിൻ്റെ പ്രത്യേകതയായിട്ടുള്ളൊരു സംഭവം. അത് കുറച്ച് വിഷമകരമായ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ചരിത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 പട്ടാളക്കാർ അവരുടെ ജീവൻ ബലി കൊടുത്ത് അവരുടെ നാടായിട്ടുള്ള മോസ്കോയെ നാസി പട്ടാളക്കാരുടെ ടാങ്ക് അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തു. അതായത് ആ 28 പേരും അവരുടെ ജീവൻ ബലി കൊടുത്താണ് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാടിനെ രക്ഷിച്ചത്. ആ 28 പേരെയും ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സ്റ്റാച്യൂവും പിന്നെ അതിനിടായിട്ടുള്ള റൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എത്ര കാലഘട്ടത്തിലാണ് ആ ഒരു ബാറ്റിൽ നടന്നതെന്നും അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു ഫൈറ്റ് വിജയിച്ചതെന്നും അതിൽ ആ ഒരു ത്യാഗത്തിനുള്ള ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നും ഒക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ എന്തായാലും വളരെ ഒരു ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാടല്ലെങ്കിൽ പോലും നമുക്കും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ 28 പേരുടെയും ജീവന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. എന്തായാലും ആ ഒരു അണയാത്ത അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ 28 പേരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെയും നമ്മുടെ എൻജോയ്മെൻറ്റിലേക്ക് തിരിച്ചു വരികയാണ്. സോ സെങ്കോവ് കത്തീഡ്രൽ കണ്ടു. പാൻഫിലോവ് പാർക്കിലൂടെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ മഞ്ഞിൽ പിന്നെയും ഞങ്ങൾ കുറേ നേരം കളിച്ചു. ആർക്കിടെക്ചറൽ ബ്രില്യൻസിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ കഥകൾ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല തണുപ്പായി. ഫുൾ സ്നോ, അടിപൊളി. നമ്മളിപ്പോൾ സെൻകോവ് കത്തീഡ്രൽ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് അർബാദ് സ്ട്രീറ്റിലോട്ട് പോവാണ്. അർബാദ് സ്ട്രീറ്റ് ഇവിടെ നിന്ന് വളരെ അടുത്താണ്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പോകുന്ന വഴി നല്ല രസമുള്ള കാഴ്ചകളാണ്. ആ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ടൗണിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ. കിടിലൻ സ്ഥലം, അടിപൊളി സ്ഥലം.
ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും നമ്മൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി, ഭയങ്കരമായിട്ട് എൻജോയും ചെയ്തു. സോ എന്തായാലും നമുക്ക് അർബാത്തിലേക്ക് പതുക്കെ നടക്കാം. ഞാൻ പറഞ്ഞ പോലെ നല്ല കാഴ്ചകളാണ്, കണ്ടില്ലേ? രണ്ട് സൈഡ് നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു പെയിൻറ്റിങ്സിൻ്റെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർട്ട് ഗാലറീസിലൊക്കെ കാണുന്ന അത്രയും ക്വാളിറ്റി പെയിൻറ്റിങ്സ് ആണ്. എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്കിത് കാണുമ്പോൾ ആ ഒരു ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. എന്ത് ഭംഗിയായിട്ടാണ് അവരുടെയൊക്കെ ആ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാവും. ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് അവരുടെ കൾച്ചർ. ദെൻ ക്രിസ്മസ് വൈബ് തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് വൈബിന് വേണ്ടിയുള്ള ഡെക്കറേഷനായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ്, അതിനകത്ത് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കനകക്കുന്നിലൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരാൻ കുറച്ചുകൂടെ ഭംഗിയാക്കാം. അതൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് എന്ത് സന്തോഷമായിരുന്നറിയോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിസ്മസ് വൈബ്. പിന്നെ ഇതാ പുള്ളി ഇതാ അവിടെ നിന്നിട്ട് സിൻസിയറായിട്ട് കുറേ നേരമായിട്ട് അവിടെ നിന്ന് ഗിറ്റാർ വായിക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്. കുറച്ച് പേര് പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൈൻഡ് ഓഫ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അവരത് ചെയ്യുന്നത്. പിന്നെ 2026 വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഒരു ഇല്ലുസ്ട്രേഷൻസ്, ആർട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ദാഹിച്ചും വിശന്നൊക്കെ തുടങ്ങി. സോ നമുക്കിനി അതിൻ്റെയൊക്കെ ഒരു സ്പോട്ട് കാണണം. അതെന്തായാലും അർബാദ് സ്ട്രീറ്റിനുള്ളിലുണ്ട്. അർബാദ് സ്ട്രീറ്റിലേക്കുള്ള എൻട്രി ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ തന്നെ വി ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബോബ വാങ്ങിച്ചു കുടിക്കാം. നമ്മുടെ സ്റ്റൈൽ ബോബയല്ല, അവിടെ ക്യൂബായിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലൂബെറി ബോബ ടീയാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, ഓക്കേഷ് ടേസ്റ്റാണ്. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ അർബാദ് സ്ട്രീറ്റിലേക്ക് മെയിനായിട്ടുള്ള ഒരു എൻട്രിയുടെ അവിടെ എത്തി. കണ്ടില്ലേ ഡെക്കറേഷൻസ്? ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം, അത്രയ്ക്ക് ഡെക്കറേഷൻസ് അവിടെ ഉണ്ട്. ക്രിസ്മസ് ബേസ്ഡ് സോങ്ങുകൾ, അതേപോലെ വസ്ത്രം ധരിച്ച ആളുകൾ, അവിടുത്തെ ആ ഒരു മ്യൂസിക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മളവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു കടയിൽ. അത് കിട്ടുന്ന സമയം വരെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടേക്ക് കയറി. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ക്ലീനാണ്. ഓൾസോ അത്യാവശ്യം നല്ല വില കുറവാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചില ഐറ്റംസിന്. ചിലതിനൊക്കെ ചോക്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അല്ലാതെ അവിടുത്തെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ മദ്യം അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, സൂപ്പർ മാർക്കറ്റിൽ തന്നെ മദ്യം, പിന്നെ അല്ലാതെ ബിയർ, അത്തരത്തിലുള്ള വൈന്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ അതാ ഈ നീല കളർ സാധനമാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ചോക്ലേറ്റ്. ഇത് ആക്ച്വലി സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ആക്ച്വലി നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ഉണ്ട്. ആ സമയത്ത് നമുക്കത് മേടിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കുടിക്കാം. എന്താ ഗൗതമിനായിട്ട് സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ്. നമ്മുടെ നാട്ടിലെ ഹോട്ട് ചോക്ലേറ്റ് പോലെയല്ല ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ്. അതൊരു ഹോട്ട് കൊക്കോവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. നല്ല പാലിൽ ഇഷ്ടംപോലെ കൊക്കോ പൗഡറും പിന്നെ ഷുഗറും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഐറ്റമാണ്. സോ ഭയങ്കര തിക്കൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ടേസ്റ്റി സാധനം. എന്നെ സംബന്ധിച്ചിടത്തോളം പാല് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഓക്കെ ഫീലായിരുന്നു. ഈ ലുമിയേറ എന്ന് പറഞ്ഞ് കാണുന്ന ഈ സംഭവമാണ് ഇവിടുത്തെ തിയേറ്റർ. ആ ഒരു അർബാദ് സ്ട്രീറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഒരു തിയേറ്ററും കാണാനായിട്ട് പറ്റി. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ചു. അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ദെൻ നമുക്കിനി മെല്ലെ ഒരു ഡിന്നറിൻ്റെ പ്ലാനും കൂടെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അർബാദ് സ്ട്രീറ്റിൽ തന്നെ അതിന് പറ്റിയൊരു കടയുണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ആ കടയുടെ പേരാണ് സലാം ബ്രോ. ഒരു ബർഗർ ബേസ്ഡ് കടയാണ്. അവിടെ തന്നെ ഡബിൾ പാറ്റി ബീഫ് ബർഗർ ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ എന്തായാലും മെനു നോക്കി ആ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. പാഴ്സൽ എടുത്ത് റൂമിൽ ഇരുന്ന് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ വൈകുന്നേരം 4:15 കഴിഞ്ഞാൽ തന്നെ രാത്രിയായി തുടങ്ങും, അതായത് ഇരുട്ടായി തുടങ്ങും. സോ ഒരിക്കലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 7 മണിക്കാണ് ഇരുട്ട്, ഇവിടെ 4:15 ഇരുട്ടാണ്. സോ അപ്പം തന്നെ രാത്രി ആയതുപോലെ എല്ലായിടത്തും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കെന്തോ അവിടെ ചെന്നപ്പോൾ രാത്രി ആയതുപോലെ തന്നെ വിശക്കാനും തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സലാം ബ്രോയിൽ നിന്ന് സാധനം മേടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ഭയങ്കര രസമുള്ളൊരു കാഴ്ച കണ്ടു. ഒരു ഡിനോസർ കുട്ടപ്പൻ, അവനെ നമ്മളിങ്ങനെ ഒരു മനുഷ്യൻ അതുപോലെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പോയി ആളുകൾ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണ് ആ ഒരു സംഭവം. അത് എനിക്ക് മനസ്സിലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ ഇത്രയും ഒരു സിമ്പിളായിട്ട് ലൈഫ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്തരം വേഷമൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അവർ വേറൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അങ്ങോട്ട് വൈബ് ചെയ്യുക. ആളുകൾ തന്നെ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ വേഷം കെട്ടി വരിക, അങ്ങനെയൊക്കെയാണ്. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ആ ഗിഫ്റ്റിനകത്തൂടെ ഒന്ന് കയറി ഇറങ്ങിപ്പോയി. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു മാജിക്കൽ വേൾഡിൽ എത്തിയ പോലെ അത്രയും ഭംഗിയുള്ള ഡെക്കറേഷനാണ് ഇത്. ആ ഒരു ഡെക്കറേഷൻ നമ്മളങ്ങനെ ഭംഗിയായിട്ട് കണ്ട് ആസ്വദിച്ചു. തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. എന്നിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇത് നമ്മുടെ ഐറ്റിനറി കഴിഞ്ഞു. ഐറ്റിനറി ഇവിടെ വെച്ച് കഴിയുകയാണ്. നമ്മൾ റൂമിൽ ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, ഐറ്റിനറി കഴിയുന്നു. പക്ഷേ ഇനി നമുക്കായിട്ടൊന്ന് കറങ്ങിയാലോ നമ്മൾ അന്ന് ആലോചിച്ചു. കറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോ. അങ്ങനെ ഒരു അടിപൊളി കിടിലൻ ദിവസത്തിന് ശേഷം
ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴിക്കണം. എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കണം. ഇനി പറ്റുകയാണെങ്കിൽ ക്ഷീണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി. നിങ്ങളെല്ലാം കണ്ടുല്ലോ, എന്ത് രസമായിരുന്നു. നമുക്ക് ഡിന്നറായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച സാധനമുണ്ട്, അതിന് കുറച്ച് ബാക്കി വെച്ചത് അതുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് നല്ല അടിപൊളി സലാം ബ്രോ എന്ന് പറഞ്ഞ കടയിലെ ഡബിൾ ബീഫ് പാറ്റി ബർഗർ ഉണ്ട്. നല്ല ചൂടോടെയാണ് നമ്മൾ മേടിച്ചിട്ട് കുറച്ച് നേരം കഴിക്കുന്നത്. നല്ല ചൂടുണ്ട്, അപ്പോൾ കഴിച്ചു നോക്കാം. അൺബിലീവബിൾ ടേസ്റ്റ്. കിട്ടില്ല, ക്വാളിറ്റി ഓഫ് ബീഫ് കിട്ടില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഓവർ ചീസി ഒന്നുമല്ല. ശരിക്കും ആ ബണ്ണിടയിൽ ബീഫിൻ്റെ മീറ്റാണ് കൂടുതലുള്ളത്. അതും ഡബിൾ പാറ്റി സാധനം. അങ്ങനെ നമ്മുടെ ഡബിൾ പാറ്റി ബീഫ് ബർഗറും നിന്ന് ഫുൾ എനർജി ആയിട്ട് നമ്മൾ നേരെ വെച്ച് പിടിക്കുന്ന ക്രിസ്മസ് സ്ട്രീറ്റിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് പ്ലാനൊക്കെ കഴിഞ്ഞു. ഞങ്ങളപ്പോൾ സ്വന്തമായിട്ടൊന്ന് നമ്മുടെ അൽമാട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ആക്ച്വലി 7:45 സമയം 4:30 ആകുമ്പോഴേക്കും സൺസെറ്റ് ആണ്. അതെ, ഭയങ്കര ഇരുട്ടായി കേട്ടോ, രാത്രി ആയ പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ നടന്ന് നോക്കാം എന്താവുന്നു. നല്ല തണുപ്പുണ്ടല്ലേ? അതെ, നല്ല തണുപ്പുണ്ട്. സോ ലെറ്റ്സ് ഗോ. അവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ശരിക്കും എനിക്ക് അവിടുത്തെ നാട്ടുകാരോട് അല്ലെങ്കിൽ അവിടുത്തെ ജീവിത ശൈലിയോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നിയത്. കാരണം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും എല്ലാവരും ആ ഒരു ക്രോസിങ്ങിനായിട്ടുള്ള സീബ്ര ക്രോസ് വഴി മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും വണ്ടിക്കാർ നിർത്തി കൊടുക്കുന്നുണ്ട്. യു ടേൺ എടുക്കാൻ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ യു ടേൺ എടുക്കുന്നുള്ളൂ. അവർ ആ ഒരു സ്ഥലത്തിൽ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെ ശരിക്കും നമ്മൾ ഒരുപാട് കണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ലൈറ്റ്സ്, ഡെക്കറേഷൻസ് എല്ലാം കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ രാത്രി ഏകദേശം എത്ര മണിയായിട്ടുണ്ട്? ഇപ്പോൾ ഒരു 8:10 ഇവിടുത്തെ 8:10 ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയെന്ന് കാണണോ നിങ്ങൾക്ക്? -1 ആണ്. -1 നിൽക്കുക. ചുറ്റും നല്ല തണുപ്പ്. ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ മഞ്ഞ്, ഫുള്ള് മഞ്ഞ്. പിന്നെ ഇന്നത്തെ ദിവസം ആ ഡേയുടെ പ്രത്യേകത അറിയാമോ? ഇന്നാണ് 25/12/25. അതെ, അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഡേറ്റിൽ ക്രിസ്മസ് ദിനത്തിലാണ് നമ്മളിവിടെ വന്ന് ഇവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു, നമ്മുടെ കൂടെ നിങ്ങൾക്കും കാണാം. അങ്ങനെ 25/12/25, അതായത് ക്രിസ്മസ് സ്പെഷ്യൽ രാവിലാണ് നമ്മൾ നമ്മുടെ കസാക്കിസ്ഥാനിലെ അൽമാട്ടി സിറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ അൽമാട്ടി എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആൾക്കാരുടെ മര്യാദ എല്ലാം നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവർ ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇടയ്ക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി പിന്നെയും ഞങ്ങൾ നടന്നു. നമ്മുടെ ആ ഒരു ക്രിസ്മസ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴി ക്രിസ്മസ് വൈബിലുള്ളൊരു കൊക്കക്കോളയുടെ വണ്ടിയൊക്കെ പോകുന്ന കണ്ടു. അതിനോടൊപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ ഒറ്റ ഓട്ടം തന്നെ പുറകെ ഓടുകയാണ്. ഞങ്ങളും പോയി എന്താ സംഭവം നോക്കി. അപ്പോൾ അതെന്തോ ഒരു ഗിവ് അവേയും ഗിഫ്റ്റിങ്ങും ഒക്കെ ഉള്ള പരിപാടിയാണ്. പക്ഷേ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. സാന്റാക്ലോസിൻ്റെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്, QR കോഡൊക്കെ ആയിട്ട്. സോ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ ക്രിസ്മസ് സ്ട്രീറ്റ് എത്തി. ഫൈനലി മുത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കസാക്കിസ്ഥാനിൽ ക്രിസ്മസ് ആസ്വദിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക. സോ ഞങ്ങളങ്ങനെ ആസ്വദിക്കാനായിട്ട് ക്രിസ്മസ് സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും ഒരു ഡ്രീം വേൾഡ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ വേൾഡിൽ എത്തിയ ഫീലാണ്. ചുറ്റും ലൈറ്റ്സ്, ചുറ്റും ക്രിസ്മസ് വൈബ്, ചുറ്റും സാന്റാക്ലോസ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ. അതേ കണ്ടില്ലേ, അവരുടെ നാട്ടിലെ അവരുടേതായ രീതിയിലുള്ള വസ്ത്രമൊക്കെ ആയിട്ട് പാട്ടുകളും ഒക്കെ ആയിട്ട് ഒരു ടീം വരുന്നുണ്ട്. നമുക്ക് എന്താ അവർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അവർ ആ പാട്ടൊക്കെ പാടി റോഡൊക്കെ ക്രോസ് ചെയ്ത് ഭയങ്കര വൈബിൽ വന്നിട്ട് മുട്ടായികളൊക്കെ കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ മനസ്സാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മുട്ടായിയൊന്നും കിട്ടിയില്ല, ബട്ട് അവർ കൊച്ചു കുട്ടികൾക്ക് മുട്ടായികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവർ അവരുടേതായ രീതിയിൽ ആ സംഭവം, ആ ഒരു സ്ഥലം കളറാക്കിയിട്ട് അവരങ്ങനെ ഓടിപ്പോയി. അവർ കുറേ പേര് അവിടെയൊക്കെ സ്റ്റേ ബാക്കും ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ എന്തായാലും അവരെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സാന്റാക്ലോസിനെ ശല്യം ചെയ്യേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വെറുതെ വിട്ടു. നമുക്ക് എന്തായാലും നമ്മുടേതായ രീതിയിൽ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ശരിക്കും നമ്മൾ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ച കൈൻഡ് ഓഫ് വിഷ്വൽസ് അതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തോരം ഡെക്കറേഷൻസ് ആണ് എല്ലാ സ്ഥലങ്ങളിലും. ടോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളാണെങ്കിലും ക്രിസ്മസ് തീമിൽ തന്നെയാണ് അവർ ഓരോ സ്റ്റോളും ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പോലും ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഈ കാർണിവലിനും മറ്റും കാണുന്ന പോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട്.
പിന്നെ അല്ലാതെ ലൈറ്റ് ബേസ്ഡ് ഡെക്കറേഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് റൈഡുകളുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ എന്തെല്ലാം ശരിക്കും ഒരു ഡ്രീം ലാൻഡിലെത്തിയ പോലെ ക്രിസ്മസ് ബേസ്ഡ് തീമിൽ ഇങ്ങനൊരു സ്ഥലം ഞാൻ ജീവിതത്തിൽ വിചാരിച്ചതല്ല കാണുമെന്ന്. പക്ഷേ അത് കണ്ടു, അതൊരുപാട് സന്തോഷമായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. കസാഖിസ്ഥാനിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി 7-നാണ്. പക്ഷേ ഇവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെയും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ക്രിസ്മസ് ആണ് ഇന്ന് നമ്മുടെ ഈ കാണുന്നത്. ഈ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഒരുക്കങ്ങളെല്ലാം ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്തുകൊണ്ടും പിന്നെ അല്ലാതെ നോർമൽ ഓർത്തഡോക്സ് അല്ലാതെ അവിടെ അടിച്ചു പൊളിച്ച് അല്ലാത്ത രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർക്കുള്ള കൈൻഡ് ഓഫ് ഒരു ക്രിസ്മസ് ആണ്. എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എത്രത്തോളം ആ ഒരു കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് യു ലവ് ഇറ്റ്. നിങ്ങൾക്ക് ആ കണ്ട കാഴ്ചകളെല്ലാം ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ മോനെ ഒരു 1.5 ക്രിസ്മസ് ട്രീ ആണ് സംഭവം. അത് മാത്രമല്ല അവിടെ ഐസ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറേ ഈ ലൈറ്റ് ബേസ്ഡ് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അത്രയ്ക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ മൊമെൻറ്റും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ദെൻ അവിടുത്തെ ആ ഒരു തണുപ്പും ആ ഒരു ടൈമിൽ ആ ഒരു തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, -2 ആ ഒരു ഡിഗ്രിയിലാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു തണുപ്പും ഞങ്ങൾ ആ ഒരു ടൈമിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ ആ ഒരു ടോയ് കാർ പോലൊരു കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് കണ്ടില്ലേ. ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം പോലുള്ള പരിപാടികൾക്ക് നമ്മുടെ കനകക്കുന്നിലൊക്കെ കാണുന്നതിൻ്റെ ഒരു 10 മടങ്ങ് ഇരട്ടിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റിയിലുള്ള സംഭവങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. 2026 അവർ വെൽക്കം ചെയ്തുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ ടോയ്സൊക്കെ, എന്തോരം ടോയ്സ് അവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതെന്ന് കണ്ടോ. കുട്ടികളായാലും അച്ഛനമ്മമാരായാലും പ്രണയിക്കുന്ന കപ്പിൾസ് ആയാലും അല്ലെങ്കിൽ പ്രായമായവരായാലും മൃഗങ്ങളായാലും എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അതാ കണ്ടില്ലേ ഒരു ലബൂബു ഡോളൊക്കെ. പുള്ളി എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഒത്തില്ല, നമ്മളങ്ങനെ പേടിക്കുകയോ. അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം അവിടെ ഇങ്ങനെ ഒരുപാടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അവരുടേതായൊരു പ്രൈവസിയിൽ ക്രിസ്മസ് ആസ്വദിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓരോ ബ്രെത്തിലും നല്ല ആ ഒരു വാട്ടർ വേപ്പർ പോലെ ആ ഒരു തണുപ്പ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീല ഉടുപ്പിട്ട സാന്റാക്ലോസിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിയുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പൈസയൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടു. പിന്നെയും ഡെക്കറേഷൻസിൻ്റെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നാണ് വന്നത്. സോ കുറച്ച് ടയേർഡാണ്. പക്ഷേ ആ ഒരു തണുപ്പിൽ ആ ഒരു വൈബിൽ ഞങ്ങളത് എൻജോയ് ചെയ്ത് അവിടെ എങ്ങനെ ഇരുന്നു. ഇത് ഞാൻ ആ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് ഒരുപാട് ആസ്വദിച്ചു. പിന്നെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ വീട്ടുകാരെയൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൃഗങ്ങളൊക്കെ വന്നിരുന്നു. ഇതാ കണ്ടില്ലേ ഒരു ഹസ്കി നിൽക്കുന്ന, എന്ത് ക്യൂട്ടാണ് അവന് നോക്കിയേ. ഭയങ്കര ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഹസ്കി അല്ല. എനിക്ക് തോന്നുന്നു അവിടുത്തെ ടെമ്പറേച്ചറിന് അഡാപ്റ്റ് ചെയ്ത് ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ളൊരു ഹസ്കി ഡോഗിനെ കാണാനായിട്ട് പറ്റി. നമ്മുടെ ഗ്രേ എന്ന് പറഞ്ഞ സിനിമയിലെ വുൾഫിനെയൊക്കെ പോലെ ഇരിക്കും. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ച് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിച്ചു. എന്നിട്ട് പിന്നെ പതുക്കെ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്മസ് വൈബും ഡെക്കോറും അടിപൊളി രസമുണ്ടായിരുന്നു. സാന്റാക്ലോസും പിന്നെ നീല സാന്റാക്ലോസും എന്തെല്ലാമൊക്കെയോ പരിപാടികൾ. പിന്നെ ഇവിടുത്തെ ഈ ലോക്കൽസിൻ്റെതായ കുറേ പെർഫോമൻസ് ഉണ്ട്. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. ശരിക്കും ഭയങ്കര ഒരു ഡ്രീം വേൾഡിലെത്തിയ പോലെ. നമ്മുടെ ആ ഒരു അതിരപ്പള്ളി ഡ്രീം വേൾഡ് അല്ല, ശരിക്കും ഒരു സ്വപ്നത്തിലെ ഒരു ലോകത്തിലെത്തിയ പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? അപ്പോൾ ഇനി നേരെ റൂമിലേക്കാണ്. നല്ല തണുപ്പായി തുടങ്ങി. -2 ഡിഗ്രിയാണ് ഇപ്പോൾ. പുക കണ്ടില്ലേ? എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് റൂം എത്തി. ഇപ്പം എത്തും. ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലേ? റൂം എത്തി. ഇനി സുഖമായിട്ടൊന്ന് ഇറങ്ങണം. നാളെ അതിരാവിലെ പുറപ്പെടുകയാണ് അല്ലേ? എവിടെയൊക്കെയോ പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് അടിച്ചു പൊളിച്ചു. സോ നമുക്ക് നാളെ രാവിലെ കാണാം. അതുവരെ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു ഗുഡ് നൈറ്റ്. അങ്ങനെ കസാഖിസ്ഥാൻ വ്ളോഗിന്റെ പാർട്ട് 1 ഇവിടെ കഴിയുകയാണ്. പാർട്ട് 2ഉം 3 ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളും ഒപ്പം ഉണ്ടാവണം. മറ്റു വീഡിയോ കാണാം. അതൊരു ഷൈനിങ് ഓഫ്. ബൈ.